എജ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഗവേഷകരുടെ രാജ്യാന്തര സംഘടനയായ അസോസിയേഷൻ ഓഫ് സ്റ്റഡീസ് ഓഫ് ന്യൂറോൺസ് ആൻഡ് ബ്രെയിൻ ഡിസീസ് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം നൽകി ആദരിച്ച മലയാളി. മസ്തിഷ്ക ഗവേഷകരുടെ രാജ്യാന്തര സംഘടനയായ അസോസിയേഷൻ ഓഫ് സ്റ്റഡീസ് ഓഫ് ന്യൂറോൺസ് ആൻഡ് ബ്രെയിൻ ഡിസീസ് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം നൽകി ആദരിച്ച മലയാളി ഡോക്ടർ സജികുമാർ ശ്രീധരൻ. ഡോക്ടർ സജികുമാർ ശ്രീധരനാണ് കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഗവേഷകരുടെ രാജ്യാന്തര സംഘടനയായ അസോസിയേഷൻ ഓഫ് സ്റ്റഡീസ് ഓഫ് ന്യൂറോൺസ് ആൻഡ് ബ്രെയിൻ ഡിസീസ് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം നൽകി ആദരിച്ച മലയാളി. കുസാറ്റിൻ്റെ വൈസ് ചാൻസലർ. കുസാറ്റിൻ്റെ വൈസ് ചാൻസലർ ഡോക്ടർ എം ജുനൈദ് ബുഷ്രി. ഡോക്ടർ എം ജുനൈദ് ബുഷ്രിയാണ് കുസാറ്റിൻ്റെ വൈസ് ചാൻസലർ. 2024 ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ട് കാർഡ്സ് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യക്കാരൻ. 2024 ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ട് കാർഡ്സ് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യക്കാരൻ ശക്തികാന്ത ദാസ്. RBI ഗവർണറായ ശക്തികാന്ത ദാസാണ് 2024 ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് കാർഡ്സ് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യക്കാരൻ. 2024 സെപ്റ്റംബറിൽ പുറത്തുവന്ന FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയത്. 2024 സെപ്റ്റംബറിൽ പുറത്തുവന്ന FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയത് കേരളം. കേരളമാണ് 2024 സെപ്റ്റംബറിൽ പുറത്തുവന്ന FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയത്. കോടതിയിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും BR അംബേദ്കറുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയ സംസ്ഥാനം. കോടതിയിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും BR അംബേദ്കറുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയ സംസ്ഥാനം കർണാടക. കർണാടക സംസ്ഥാനമാണ് കോടതിയിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും BR അംബേദ്കറുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയത്. MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പദ്ധതി. MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പദ്ധതി ഇ-സാക്ഷി. ഇ-സാക്ഷിയാണ് MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പദ്ധതി. മൂങ്ങ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ്. മൂങ്ങ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് PM മാത്യൂസ്. PM മാത്യൂസിൻ്റെ കവിതാ സമാഹാരമാണ് മൂങ്ങ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മകത, പ്രായോഗിക ശേഷി എന്നിവ വളർത്താൻ ആരംഭിച്ച പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മകത, പ്രായോഗിക ശേഷി എന്നിവ വളർത്താൻ ആരംഭിച്ച പദ്ധതി അനന്യം. അനന്യം പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മകത, പ്രായോഗിക ശേഷി എന്നിവ വളർത്താൻ ആരംഭിച്ച പദ്ധതി. അംബികാസുധൻ മാങ്ങാടിൻ്റെ ഏറ്റവും പുതിയ നോവൽ. അംബികാസുധൻ മാങ്ങാടിൻ്റെ ഏറ്റവും പുതിയ നോവൽ അല്ലാഹലൻ. അല്ലാഹലനാണ് അംബികാസുധൻ മാങ്ങാടിൻ്റെ ഏറ്റവും പുതിയ നോവൽ. വനിതകൾ, കരകൗശല വിദഗ്ധർ എന്നിവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭം. വനിതകൾ, കരകൗശല വിദഗ്ധർ എന്നിവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭം അവ്സർ. എയർപോർട്ട് ആസ് വെന്യൂ ഫോർ സ്കിൽഡ് ആർട്ടിസാൻസ് ഓഫ് ദ റീജിയൻ. അവ്സർ എന്ന സംരംഭമാണ് വനിതകൾ, കരകൗശല വിദഗ്ധർ എന്നിവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭം. രാജ്യത്തെ ആദ്യ ഭരണഘടനാ പാർക്ക് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ്?
പൂനെ. പൂനെയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മിസ് യൂണിവേഴ്സ് കേരള 2024 തിരഞ്ഞെടുത്തത്. 2024 മിസ് യൂണിവേഴ്സ് കേരള ആയി തിരഞ്ഞെടുത്തത് അക്സ വർഗീസ്. ആലപ്പുഴ സ്വദേശി അക്സ വർഗീസാണ് മിസ് യൂണിവേഴ്സ് കേരള 2024 തിരഞ്ഞെടുക്കപ്പെട്ടത്. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിൽ ഏകോപിപ്പിക്കാൻ നിലവിൽ വന്ന ആപ്ലിക്കേഷൻ. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിൽ ഏകോപിപ്പിക്കാൻ നിലവിൽ വന്ന ആപ്ലിക്കേഷൻ കതിർ. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി. കതിർ ആപ്ലിക്കേഷനാണ് കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിൽ ഏകോപിപ്പിക്കാൻ നിലവിൽ വന്ന ആപ്ലിക്കേഷൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീമിൽ നിന്നും ആദ്യമായി മെഡൽ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീമിൽ നിന്നും ആദ്യമായി മെഡൽ നേടിയത് സിൻഡി എൻഗംബ. സിൻഡി എൻഗംബയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീമിൽ നിന്നും ആദ്യമായി മെഡൽ നേടിയത്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം KS ചിത്രയ്ക്കും 2022 ഉത്തം സിംഗിനുമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2022 ലതാ മങ്കേഷ്കർ പുരസ്കാരം ഉത്തം സിംഗിനും 2023 KS ചിത്രയ്ക്കുമാണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ICRT ഇന്ത്യ ചാപ്റ്ററിൻ്റെ 2024 ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതി. ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ICRT ഇന്ത്യ ചാപ്റ്ററിൻ്റെ 2024 ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതി ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി. ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ICRT ഇന്ത്യ ചാപ്റ്ററിൻ്റെ 2024 ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതിയാണ് ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. ശാരദ മുരളീധരനാണ് കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി. കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KRailൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് ശാരദ മുരളീധരൻ. ശാരദ മുരളീധരൻ തന്നെയാണ് KRailൻ്റെ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത്. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ്. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് സ്ലിപ്പ് കെ. സ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റി പ്രെഡിക്റ്റർ കേരള. സ്ലിപ്പ് കെ ആപ്പാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ്. ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ്. ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് റുമി 1. റുമി 1 എന്ന റോക്കറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ്. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സേവന കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോം ചെയർപേഴ്സണായി നിയമിതയായത്. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സേവന കമ്പനികളുടെ കൂട്ടായ്മയാണ് നാസ്കോം. നാസ്കോമിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് സിന്ധു ഗംഗാധരൻ. സിന്ധു ഗംഗാധരനാണ് നാസ്കോമിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത്. പുതിയതായി 5 ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം. പുതിയതായി 5 ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ലഡാക്കാണ് പുതിയതായി 5 ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം. സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നിവയാണ് 5 ജില്ലകൾ. റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം. റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം.
ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പര്യവേഷണം. ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പര്യവേഷണം ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ആണ് ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പര്യവേഷണം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ICCയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനായി RBI അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. വളരെ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനായി RBI അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ULI യൂണിഫൈഡ് ലെൻഡിംഗ് ഇൻ്റർഫേസ്. ULI ആണ് വളരെ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനായി RBI അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ആപ്പിൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. ആപ്പിളിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ കേവൻ പരേഖ് ആണ് ആപ്പിളിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. 2024 ICC വനിത 2020 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ. 2024 ICC വനിത 2020 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ സജന സജീവനും ആശാ ശോഭനയുമാണ് 2024 ICC വനിത 2020 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ. ഇന്ത്യൻ റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർമാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സതീഷ് കുമാറാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർമാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച്. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖല. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖല കോവിനെറ്റ് ആണ് പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖല. കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡ് അറിയപ്പെടുന്നത്. കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡ് അറിയപ്പെടുന്നത് ഡ്രിഷ് കേരള എന്നാണ് കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡ് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഓസ്ട്രേലിയയിലെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ജിൻസൺ ചാൾസ് ആണ് ഓസ്ട്രേലിയയിലെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യവിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യവിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതി വിഗ്യാൻ ധാര പദ്ധതിയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യവിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ ഉദ്ഗം പോർട്ടലാണ് അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിനായി
സ്പൈസസ് ബോർഡ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി? സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിനായി സ്പൈസസ് ബോർഡ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി സ്പൈസ്ഡ് പദ്ധതിയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിനായി സ്പൈസസ് ബോർഡ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി. CISFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്? CISFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് രാജ്വിന്ദർ സിംഗ് ഭാട്ടി. രാജ്വിന്ദർ സിംഗ് ഭാട്ടിയാണ് CISFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. BSFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്? BSFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരി. ദൽജിത് സിംഗ് ചൗധരിയാണ് BSFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല? കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലം. കൊല്ലത്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത്? കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത്? കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് പുണ്യ സലീല ശ്രീവാസ്തവ. പുണ്യ സലീല ശ്രീവാസ്തവയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിതയായത്. ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗൃഹവാതകം പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ഹയസ്റ്റ് ലെവൽ 5 അക്രഡിറ്റേഷൻ അവാർഡ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വിമാനത്താവളം? ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗൃഹവാതകം പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ഹയസ്റ്റ് ലെവൽ 5 അക്രഡിറ്റേഷൻ ലഭിച്ച ഏഷ്യയിലെ ആദ്യ വിമാനത്താവളം കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ബാംഗ്ലൂരിലെ കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗൃഹവാതകം പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ഹയസ്റ്റ് ലെവൽ 5 അക്രഡിറ്റേഷൻ ലഭിച്ച ഏഷ്യയിലെ ആദ്യ വിമാനത്താവളം. ഇന്ത്യയുടെ രണ്ടാമത് ആണവ അന്തർവാഹിനി? ഇന്ത്യയുടെ രണ്ടാമത് ആണവ അന്തർവാഹിനി INS അരിഘട്ട്. INS അരിഘാട്ടാണ് ഇന്ത്യയുടെ രണ്ടാമത് ആണവ അന്തർവാഹിനി. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി ചുമതലയേറ്റത്? ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. വൈസ് അഡ്മിറൽ CR പ്രവീൺ നായരാണ് ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി ചുമതലയേറ്റത്. ഇന്ത്യയിലാദ്യ ജൈവഗ്രാമം? ഇന്ത്യയിലാദ്യ ജൈവഗ്രാമം ദാസ്പര വില്ലേജ്. ത്രിപുരയിലെ ദാസ്പര വില്ലേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവഗ്രാമം. ഇന്ത്യയിലെത്തിയ വ്യോമസേനയുടെ ആദ്യ എയർബസ് വിമാനമേത്? ഇന്ത്യയിലെത്തിയ വ്യോമസേനയുടെ ആദ്യ എയർബസ് വിമാനം C295. C295 ആണ് ഇന്ത്യയിലെത്തിയ വ്യോമസേനയുടെ ആദ്യ എയർബസ് വിമാനം. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കോർബ ജില്ല. ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ
10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം? 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം അവനി ലേഖ്ര. അവനി ലേഖ്രയാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.